കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 17 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതീയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലരാകേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് സഭയിലെ പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്തെഫാനോസിൻ്റെ രക്തസാക്ഷിത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ആദ്യ വായനയിൽ വായിച്ചു കേട്ടത് ഈ വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണ്. ഇവിടെ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന 1-2 പ്രതികരണ ശൈലി വിശുദ്ധ സ്തെഫാനോസ് നമ്മളെ ശക്തമായ ഭാഷയിൽ തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുകയാണ്, അവനെ പിടിച്ച് അവനെ അടിച്ച് കല്ലുകളൊക്കെ എറിഞ്ഞ് കോപാക്രാന്തരായി ദേഷ്യപ്പെട്ടും അവനെതിരെ വന്നപ്പോൾ, അതായത് വികാരഭരിതമായി അവനെതിരെ ജനവും സമൂഹവും ഒക്കെ പാഞ്ഞെടുത്തപ്പോൾ സ്തെഫാനോസ് അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് വചനം പറയുന്നത്. അവൻ സ്വർഗത്തിലേക്ക് നോക്കി പിതാവിൻ്റെ മഹത്വം ദർശിച്ചു, ആത്മാവിനാൽ നിറഞ്ഞ്. എന്ന് പറഞ്ഞാൽ വൈകാരികമായി വെറും വികാരഭരിതമായി നമ്മളെ അപ്രോച്ച് ചെയ്യുന്നവരോട് നമ്മൾ എടുക്കേണ്ട ഒരു പ്രതികരണ ശൈലിയെക്കുറിച്ച്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ആത്മാവിൻ്റെ നിറവുള്ള ഒരു ദൈവ പൈതൽ എടുക്കേണ്ട പ്രതികരണ ശൈലിയെക്കുറിച്ച് സ്തെഫാനോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ദേഷ്യപ്പെട്ടും കല്ലെറിഞ്ഞും അത്ര കണ്ട് നമ്മൾ പറയില്ലേ, വൈകാരികമായിട്ട് പാഞ്ഞെടുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ തെറി പറയാനും ദേഷ്യപ്പെടാനും ഒച്ചപ്പാടുണ്ടാക്കാനും ബഹളമുണ്ടാക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ എന്നാ ചെയ്യുന്നത്? എത്ര കണ്ട് വികാരഭരിതനായി ഒരുത്തിന് അപ്രോച്ച് ചെയ്യുന്നുവോ, സമീപിക്കുന്നുവോ, ചിലപ്പോൾ സമാനമായ വികാരത്തോടു കൂടി തന്നെ ആയിരിക്കും നമ്മൾ തിരിച്ച് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ വൈകാരികതകൾക്ക് മുറിവേൽക്കുമ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനുള്ള ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സ്വാഭാവികമായിട്ടും അന്തർലീനമായി നിൽക്കുന്ന വികാരജീവികളായ നമുക്കൊക്കെ നമ്മുടെ വൈകാരികതയ്ക്ക് മുറിവേൽക്കുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും നമ്മൾ അതേ നാണയത്തിൽ, അതായത് വികാരത്തോടു കൂടി തന്നെ, ഇപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടുകയെന്ന് വിചാരിക്കുക, കുറച്ച് നമ്മൾ അവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ കുറ്റം പറയുമെന്ന് വിചാരിക്കും, നമ്മൾ അവരെ കുറിച്ച് കുറ്റം പറയും. അതുകൊണ്ട് വികാരഭരിതരായി തന്നെ തിരിച്ച് പ്രതികരിക്കാനുള്ള ഒരു വൈകാരിക മനുഷ്യൻ്റെ നിലപാടൊന്നും നമ്മളിലുണ്ട്. അതിനെയാണ് സ്തെഫാനോസ് മറികടന്നിട്ട് വചനം പറയുന്നത്, അവൻ ആത്മാവിൽ നിറഞ്ഞു. ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോൾ ആത്മാവിൽ നിറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിൻ്റെ വലതുഭാഗത്ത് യേശു ഉപവിഷ്ടനായിരിക്കുന്നത് കണ്ടു. സ്തെഫാനോസ് ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് മാറി. വികാരത്തിൻ്റെ നിയന്ത്രണത്തിലല്ല, അങ്ങനെയുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ചുറ്റുപാട് നിൽക്കുമ്പോൾ സ്തെഫാനോസ് ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് ജീവിതത്തെ കൊടുത്തു. അപ്പോൾ സംഭവിച്ചെന്താ? അവൻ സ്വർഗത്തിലേക്ക് നോക്കി, ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ഉന്നതത്തിലേക്ക് നോക്കി ഈ അനുഭവത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ പറ്റിയത്
ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് സ്തഫാനോസ് തന്നെ വിട്ടുകൊടുത്തുകൊണ്ടാണ്. ഇന്ന് പല കുടുംബങ്ങളിലും ദാമ്പത്യങ്ങളിലൊക്കെ ഉലച്ചിലുകളും അസ്വസ്ഥതകളും ഇതിനേറെ വിവാഹമോചനത്തിലേക്ക് വരെ എത്തി നിൽക്കുന്ന ബന്ധങ്ങളുടെ പിന്നാമ്പുറങ്ങളിലോ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ വികാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഒരു 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 പ്രധാന വിഷയമായിട്ട് നിൽക്കുന്നത്. എൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തി, എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു, പറയുന്ന വാക്കുകളും പ്രവൃത്തികളൊക്കെ വല്ലാതെ ഭാരപ്പെടുത്തി. അപ്പോൾ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എന്താ, അതിനെ വൈകാരികതയിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. സ്തഫാനോസ് ആ വിഷയത്തെ ആത്മീയമായി നേരിട്ടപ്പോൾ അവൻ തന്നെ വേദനിപ്പിച്ചവരിലേക്കല്ല നോക്കിയത്, മറിച്ച് ഉന്നതത്തിലേക്ക് നോക്കി പിതാവിൻ്റെ മഹത്വം ദർശിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വെച്ച് അവൻ എന്നേക്കും വസിക്കേണ്ട നിത്യവസതി സ്തഫാനോസ് കാണുകയാണ്. ഒരു സ്വർഗീയ ദർശനം സ്തഫാനോസിന് കിട്ടി. ഈ ഭൂമിയിൽ വെച്ച് സ്വർഗത്തിൻ്റെ ഒരു ദർശനം കിട്ടിയാൽ മാത്രമേ നമുക്ക് ആത്മീയ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാൻ പറ്റൂ. നമ്മളെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് സ്വർഗത്തിൻ്റെ ഒരു ദർശനം വേണം, സ്വർഗീയ ഒരു സ്പർശനം വേണം. ഇതൊന്നുമില്ലാതെ നമുക്ക് സ്വർഗീയ നിലപാടുകൾ ജീവിതത്തിൽ എടുക്കാൻ പറ്റില്ല. ഇനി മുന്നോട്ട് അങ്ങോട്ട് പോകും. മറ്റൊരു നിലപാട് കൂടി സ്തഫാനോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ ഇതെല്ലാം പറഞ്ഞ് കഴിഞ്ഞ് പിന്നെ അവസാനം അവൻ്റെ ശരീരത്തിൽ കല്ലെറിയുന്നുണ്ട്. അതായത് അവൻ മരണത്തിൻ്റെ തൊട്ട് നിമിഷങ്ങളിലൂടെ കടന്നു പോവുക. പറച്ചിൽ കഴിഞ്ഞ് വികാരഭരിതമായ സമീപനം കഴിഞ്ഞ് ഇപ്പോൾ പ്രവൃത്തിയിലേക്ക് മാറി കല്ലെറിയാൻ തുടങ്ങി. കല്ലുകൾ എറിഞ്ഞപ്പോൾ അവനെടുത്ത നിലപാടാണ് രണ്ടാമത് എഴുതി വെച്ചിരിക്കുന്നത്. അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന വചനം പറയുന്നത്. അവൻ പ്രാർത്ഥിച്ചു. കല്ലുകൾ എറിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ കല്ലുകൾ എറിഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇതൊരു തമാശയായിരിക്കുമല്ലേ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും കല്ലെറിയുമ്പോൾ, നമ്മൾ അത്ര കണ്ട് വേദനിപ്പിക്കുമ്പോൾ, അത്ര കണ്ട് ശാരീരികമായി പീഡിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മാനുഷികമായ ഭാഷയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ കളിയാക്കുന്ന രീതിയിലുള്ളൊരു അവസ്ഥയായിട്ട് തോന്നും. ഈ അനുഭവത്തിൽ സ്തഫാനോസ് ഈ സ്വർഗീയ ദർശനം കിട്ടിയത് കൊണ്ട് സ്തഫാനോസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചേ? ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ, ഇവരോട് ക്ഷമിക്കണമേ. എന്നിട്ട് തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. രണ്ട് കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ സ്തഫാനോസ് ചെയ്തത്. ഒന്ന്, തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. അതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ജീവിതത്തിൻ്റെ നിലപാട്. ഈശോ പോലും തൻ്റെ ബലി പൂർത്തീകരണത്തിന് തൊട്ടു മുമ്പ് പറഞ്ഞൊരു വാക്കാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എല്ലാം പൂർത്തിയായി, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അതന്നെ സ്തഫാനോസും പറഞ്ഞത്, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ, ക്ഷമിക്കണമെന്ന്. കല്ലുകൾ ഏൽക്കുമ്പോൾ, കല്ലുകൾ എറിയപ്പെട്ടപ്പോൾ സ്തഫാനോസ് എടുത്ത നിലപാടാണ് ക്ഷമിക്കാനും ക്ഷമിച്ചു പ്രാർത്ഥിക്കാനുള്ള നിലപാട്. മാനുഷികമായി ചിന്തിച്ച് നടക്കുന്ന കാര്യമാണ് അല്ല. മാനുഷികമായൊരു പ്രതികരണത്തിൽ സാധ്യമാകുന്ന ഒരു വിഷയമല്ല. ആത്മാവിൽ നിറഞ്ഞപ്പോൾ, ആത്മാവിൻ്റെ സ്പർശനം കിട്ടിയപ്പോൾ സാധ്യമായത് എന്ന് പറഞ്ഞാൽ സ്തഫാനോസിന്റെ രക്തസാക്ഷിത്വം നമ്മെ പഠിപ്പിക്കുന്നത് വൈകാരികമായി മാത്രമല്ല, ആത്മാവിൽ നിറഞ്ഞും ജീവിതത്തിൻ്റെ അനുഭവങ്ങളോട് നമുക്ക് പ്രത്യുത്തരിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ജീവിതം അനുവദിക്കുന്ന വേദനകളോടും സഹനങ്ങളോടൊക്കെ നമുക്ക് പ്രത്യുത്തരിക്കാൻ പറ്റും എന്നുള്ള വലിയൊരു പാഠം സ്തഫാനോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിശുദ്ധൻ്റെ ജീവിത മാതൃക ആത്മാവിൻ്റെ നിറവോടെ ജീവിക്കാൻ നമ്മയും സഹായിക്കട്ടെ. അവളുടെ കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.